ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കേസാണ്. അതായത് ഒരു സിസ്റ്റം ഉണ്ട്. മൊത്തം ആ സിസ്റ്റത്തിൽ 6 യൂണിറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ ഒരു UPS ആണെന്ന് വിചാരിച്ചോ. UPSൻ്റെ അകത്ത് 6 ബാറ്ററി ഉണ്ട്. പക്ഷേ UPS വർക്ക് ചെയ്യണമെങ്കിൽ 4 ബാറ്ററി മിനിമം വർക്ക് ചെയ്യണം. 4 എണ്ണം വർക്ക് ചെയ്താലും UPS വർക്ക് ചെയ്യും, 5 എണ്ണം വർക്ക് ചെയ്താലും വർക്ക് ചെയ്യും, 6 എണ്ണം വർക്ക് ചെയ്താലും വർക്ക് ചെയ്യും. അപ്പോൾ UPS സക്സസ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഓഫ് സിസ്റ്റം. ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.8. അതായത് ഒരു യൂണിറ്റിൻ്റെ റിലയബിലിറ്റി 0.8. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി. അതാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ പിന്നീട് ഒരു K/M സിസ്റ്റം എന്ന് പറഞ്ഞു വരും. അതായത് ഇവിടെ 4/6 സിസ്റ്റമാണ്. 6 എണ്ണത്തിൽ 4 എണ്ണം വർക്ക് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതിനാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ NCR P⁻R Q⁻n−R വരുന്ന ആ സിസ്റ്റം. അപ്പോൾ അത് വെച്ചാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ P ഓഫ് സക്സസ് ഓഫ് സിസ്റ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P ഓഫ് സക്സസ് ഓഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് എന്താണ്? 4 എണ്ണം വർക്ക് ചെയ്യുന്നു. ഒരെണ്ണം വർക്ക് ചെയ്താൽ നമുക്ക് ഒന്നും വർക്ക് ചെയ്യില്ലെങ്കിൽ നമുക്ക് എന്തായാലും ആപ്ലിക്കബിൾ അല്ല. കാര്യം ഈ പ്രോബിലിറ്റിയിൽ വരില്ല. ഒരെണ്ണം ആണെങ്കിൽ 2 എണ്ണം ആണെങ്കിലും 3 എണ്ണം ആണെങ്കിലും വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ മിനിമം തുടങ്ങേണ്ടത് 4 എണ്ണം വെച്ച്. അപ്പോൾ 4 എണ്ണം വെച്ച് തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? 4 എണ്ണം മാത്രം വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 6C4 ഇൻറ്റു 0.8. അതാണ് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി. 0.8 ഇൻറ്റു എത്ര എണ്ണം വർക്ക് ചെയ്യണം? 4. ഈ 4 ഇവിടെ വരും. എന്നിട്ട് ഈ ബാക്കി 0.8 അല്ലേ സക്സസ് ആവാനുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 0.2. അപ്പോൾ 0.2 റേസ് ടു എന്താണ്? ഈ 6 - 4 വരും 2. ആ 2 ഇവിടെ എഴുതണം. ഇതെന്താണ്? ഇത് 6 എണ്ണത്തിൽ 4 എണ്ണം വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ്? 5 എണ്ണം വർക്ക് ചെയ്താലും മതിയല്ലോ, 6 എണ്ണം വർക്ക് ചെയ്താലും മതിയല്ലോ. അപ്പോൾ ഇനി 5 എണ്ണം വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എടുക്കണം. അതാണ് 6C5 വരും. 0.8 റേസ് ടു 5, 0.2 റേസ് ടു 1 എന്ന് വരും. ഇനി എന്താണുള്ളത്? 6 എണ്ണം എല്ലാം വർക്ക് ചെയ്താലും നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ 6C6 0.8 റേസ് ടു 6 വേണമെങ്കിൽ 0.2 റേസ് ടു 0 എന്ന് എഴുതാം. ഇതെന്തായാലും 1 ആവും. അപ്പോൾ നമുക്ക് 3 കേസുമായി. ഇത് 3 കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഒരു K/M സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. K/M സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ 6 എണ്ണം മൊത്തം ഉണ്ട്. അതാണ് M. അതിൽ 4 എണ്ണമെങ്കിലും വർക്ക് ചെയ്യണം. അപ്പോൾ 6 എണ്ണത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ റിലയബിലിറ്റി നമുക്കറിയാം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ സിസ്റ്റം റിലയബിൾ ആവണമെങ്കിൽ ഈ 6 എണ്ണത്തിൽ 4 എണ്ണമെങ്കിലും വർക്ക് ചെയ്യണം.